ഹായ്, ഈ വർഷത്തോണം നമുക്ക് ഗാദിയോടൊപ്പം ആഘോഷിക്കാം. സാരികള് ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ട്. പുതിയ ഷർട്ടുകള് ഒരുപാട് ഷർട്ട് മറ്റും കുറച്ചൊക്കെ ഉണ്ട്. അതായത് രാവിലെ ഇങ്ങോട്ട് വന്നാൽ വൈകുന്നേരം പോകുമ്പോഴേക്ക് ഊപ്പാട് അളകുന്നു. കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ ഓണം ഖാദി മേള ആഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 24 വരെ തകൃതിയായിട്ട് മഞ്ചേരി കോർട്ട് റോഡിലുള്ള ഖാദി ഗ്രാമോദ്योग ഭവനിൽ തകൃതിയായിട്ട് നടക്കുകയാണ്. 30% റിബേറ്റുമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി കച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഖാദി ഭവനിൽ ഇതിൻ്റെ 30% ഗവൺമെൻറ് റിബേറ്റിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ UA ലത്തീഫ് അവറുകൾ നിർവഹിച്ചിരിക്കുകയാണ്. ഇതിന് 4-ാം തീയതി വരെ, സെപ്റ്റംബർ 4-ാം തീയതി വരെ 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവിധ സമ്മാന പദ്ധതികളുമുണ്ട്. മാനേജർ ഇതിൻ്റെ കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ശ്യാം പ്രസാദ് കൂടെയുണ്ട്. താങ്കൾക്ക് ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഖാദിൻ്റെ ഉപയോഗത്തിന് കുറിച്ച് എന്താ? ഖാദിയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ വെറും വസ്ത്രങ്ങൾ മാത്രമാണെന്ന്. പക്ഷേ സത്യത്തിൽ ഖാദി എന്നുള്ളത് ഒരു വസ്ത്രം മാത്രമല്ല, അത് വലിയൊരു വികാരമാണ്. രാജ്യസ്നേഹത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും കാരുണ്യത്തിൻ്റെയും സഹജീവികളോടുള്ള കരുണയുടെയും ഒക്കെ ഒരു അടയാളപ്പെടുത്തലാണ് ഖാദി. ഈ ഓണം ഖാദിയോടൊപ്പം ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഖാദി എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് തുണിത്തരങ്ങൾ മാത്രമാണെന്ന്. ഇന്നിപ്പോൾ ഖാദി പഴയ ഖാദിയല്ല, ഖാദി ഒരുപാട് മാറി. നിരവധി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഖാദിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ പുതിയൊരു സംരംഭം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ എല്ലാവിധ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ. ഇതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഖാദിയിൽ ഓണത്തിന് മാത്രം ആളുകൾ കടന്നു വരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി എല്ലാ ദിവസവും ഖാദിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രോസറി ഉൽപ്പന്നങ്ങളും കൂടെ നമ്മൾ വിൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണത്തെ ഖാദി ഓണം മേളയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തീർച്ചയായിട്ടും നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് ഇത്തവണത്തെ ഓണം മേളയെ നമ്മൾ വരവേൽക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഖാദിക്ക് 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതിന് പുറമെ 50 ലക്ഷം രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഓണമേളയോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തവണ പുതിയ ഒരു ചുരിദാർ ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. ഖാദി നയന എന്നാണ് ആ ചുരിദാറിൻ്റെ പേര്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഡിസൈനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നിരവധി ആളുകൾ സാരിയിൽ നിന്ന് മാറി ചുരിദാറിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആണ് ഖാദി ഇങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുള്ളത്. അതേപോലെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഓണക്കിറ്റ് എന്നുള്ളത്. ഓണക്കിറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് രംഗത്തിറക്കുന്നത്. ഖാദി വാങ്ങാൻ ഓണത്തിന് മാത്രം ഖാദിയിലേക്ക് വരുന്ന ഉപഭോക്താക്കളുടെ ആ ഒരു രീതി മാറ്റിയിട്ട് എല്ലാ ദിവസവും ഖാദിയിലേക്ക് വരുന്ന രീതിയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പും ഈ ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഖാദി കിറ്റ് ഇത്തവണ പുറത്തിറക്കിയിട്ടുണ്ട്. 16 ഇനങ്ങളാണുള്ളത്. ഏറ്റവും ക്വാളിറ്റി കൂടിയ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അരി, പഞ്ചസാര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, സാമ്പാർ പൊടി തുടങ്ങി 16 ഇനങ്ങൾ, ശർക്കരപ്പേരി, വറുത്തുപ്പേരി വരെ നിൽക്കുന്ന 16ഓളം ഇനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഡിമാൻഡും വരുന്നുണ്ട്. വിപണിയിൽ ഇന്ന് ഉള്ള ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറുപയർ മാർക്കറ്റിൽ 12 വിധം കിട്ടാണ്. അതിൽ ഏറ്റവും ഗുണമേന്മയേറിയ ചെറുപയറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും വളരെയധികം ഗുണമേന്മ ഉള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ മറ്റൊരു പുതിയ ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. യുവാക്കളെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു യുവ ഭാരത് എന്നുള്ള പേരിൽ ഒരു ഷർട്ടിൻ്റെ ബ്രാൻഡ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
തൂവെള്ള ഷർട്ടാണത്. അതിൻ്റെ പോക്കറ്റിൻ്റെ മേലെ ത്രിവർണ്ണ കളറിലെ എംബ്ലം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളോട് കൂടിയാണ് ഖാദി ഇത്തവണ മേളയെ വരവേൽക്കുന്നത്, ഓണത്തെ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഖാദിയിലേക്ക് എത്തി ഇത്തവണ ഓണം ഖാദിയോടൊപ്പം ആഘോഷിക്കുക. 30% കിഴിവ് സ്വന്തമാക്കുക. ഒപ്പം നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കാൻ ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇക്കൊല്ലത്തെ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഒരു ഖാദി എന്നുള്ളതാണ്. എല്ലാവരും ഈ ഓണത്തിന് ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും നമ്മുടെ വസതിയിൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ ഓണം ഖാദിയോടൊപ്പം. മസാല പപ്പടം. സ്വന്തം കൈകൊണ്ട് നൂൽക്കുന്നതാണ് ഈ ഖാദി വസ്ത്രങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ഈ ഖാദി വസ്ത്രങ്ങൾ വാങ്ങുന്നതിലൂടെ നൂറുകണക്കിന് തൊഴിലാളികളെ, നമ്മളെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ സ്മരിക്കുക എന്നുള്ളതാണ്. ആത്മജിയുടെ സ്വപ്നം, ആ സ്വപ്നം പ്രവർത്തനപഥത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ വിരമിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.